ദില്ലി സ്ഫോടനത്തിനെ തുടർന്ന് രാജ്യം ഒരു അടിയന്തര സാഹചര്യം നേരിടുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എവിടെ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇന്നലെ ബീഹാർ ഇലക്ഷൻ ഫലപ്രഖ്യാപന ദിവസമായിരുന്നു. അതിദയനീയമായിട്ടുള്ള തോൽവി കോൺഗ്രസിന് ഇന്നലെ ദുസ്വപ്നങ്ങളിൽ പോലും അവർ കാണാത്ത ഒരു തിരിച്ചടി ലഭിച്ച ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. സാധാരണ ഇലക്ഷൻ ഫലപ്രഖ്യാപന ദിവസങ്ങൾ വരുമ്പോൾ രാഹുൽ ഗാന്ധി നിന്ന നിൽപ്പിൽ കാണാതാകുന്ന ഒരാളാണ്. വിനോദയാത്രയ്ക്ക് പോകുന്നു എന്നൊക്കെയാണ് വൈപ്പ്. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്നവർ കണ്ടമാനം ലീവ് എടുക്കാറില്ലേ, അതുപോലെ എന്തായാലും ഇലക്ഷന് മുൻപായി ഇദ്ദേഹം ഇങ്ങനെ ജോഡോ യാത്ര, വോട്ടധികാർ യാത്ര എന്നൊക്കെ പറഞ്ഞ് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം തേരാപ്പാര നടക്കാറുണ്ട്. ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഇലക്ഷൻ ഫലപ്രഖ്യാപന ദിവസം വരുമ്പോൾ പട്ടായയിലോ മലേഷ്യയിലോ അല്ലെങ്കിൽ ബാങ്കോക്കിലോ ഒക്കെ ഇദ്ദേഹം വെക്കേഷന് പോകാറുണ്ട്. ഇലക്ഷൻ ഫലം വരുമ്പോൾ കോൺഗ്രസ് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ വെക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്യും. അത്തരത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു യുവതിക്കൊപ്പം വിദേശത്ത് ചുറ്റിക്കറക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വീഡിയോ വൈറലായതോടെ നമ്മുടെ ചില മാതൃഭാഷാ മാധ്യമങ്ങൾ ഒക്കെ ഓവർ ടൈം പണിയെടുത്തുകൊണ്ട് ഈ വീഡിയോയെ പറ്റി ഫാക്ട് ചെക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ രാഹുൽ വിദേശത്തായതുകൊണ്ട് ഈ അതിലേത് വീഡിയോ ആണ് ഈ പ്രചരിക്കുന്നതെന്ന് കണ്ടെത്താൻ നല്ല പണിപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മലയാള മാധ്യമ സുഹൃത്തുക്കൾ. എന്തായാലും പ്രചരിക്കുന്ന വീഡിയോ സെപ്റ്റംബറിലേതാണെന്നും ഇപ്പോഴത്തേതല്ലെന്നും മാധ്യമങ്ങൾ ശ്രമപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും രാഹുൽ ഗാന്ധി എവിടെ ആയിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. ദ വീക്ക് പോലുള്ള ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ലേഖനം എഴുതിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി എവിടെ എന്നൊക്കെ ചോദിച്ചത് കൊണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ, രാജ്യത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിനും ഉറപ്പില്ല. അതേസമയം ബീഹാറിൽ ഏറ്റുവാങ്ങിയ വൻ തോൽവിയിൽ മനം നൊന്ത് ലോകത്തിന് ഫേസ് ചെയ്യാൻ പറ്റാതെ സുനേരി ബാഗ് റോഡിലെ 5-ാം നമ്പർ ബംഗ്ലാവിൽ മുറിയടച്ചിരിക്കുകയാണോ രാഹുൽ ഗാന്ധി എന്നും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.